അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാഹിസ് റിവ്യൂ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് അസ്ലം, 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബർസീസ് അഥവാ ഖുർആൻ പറഞ്ഞ കഥകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം ഞാൻ 1.5 ദിവസം മാത്രം എടുത്താണ് പൂർണ്ണമായി വായിച്ചത്. CP ഷഫീഖ് ബുഖാരി ഉസ്താദ് രചിച്ച ഒരു മനോഹരമായ ബാലസാഹിത്യ കൃതിയാണ് ബർസീസ് എന്ന ഈ പുസ്തകം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വളരെ നല്ല ഗുണപാഠങ്ങളാണ്. ധിക്കാരികളുടെ പതനവും വിശ്വാസികളുടെ വിജയവുമാണ് ഉൾസാരം. വെറും 4 കഥകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ 4 കഥകളിലുള്ള ആശയം ഏതൊരു വായനക്കാരനെയും ലയിപ്പിക്കുന്നതാണ്. ഈ പുസ്തകത്തിൽ നിന്ന് അല്പം മാത്രം വായിച്ചാൽ അടുത്തത് എന്താണ് എന്നറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകും. ഈ പുസ്തകം എനിക്ക് വായിക്കാൻ തോന്നാൻ കാരണം ഇതിൻ്റെ കവർ ഡിസൈനും പിന്നെ ഈ പുസ്തകം വായിച്ചവരുടെ ചില വായനാനുഭവങ്ങളുമാണ്. ഇതിലെ കഥകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽ പശു എന്നത്. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ ബാക്കിയുള്ള 3 കഥകളിൽ നിന്നും തീർച്ചയായും വ്യത്യസ്തപ്പെട്ടതായ ഒരു കഥ. ഇസ്രായേൽ വംശത്തിൽ ഒരു ദരിദ്രനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. സമ്പത്തിൽ മാത്രമല്ല, അയാളുടെ ദാരിദ്ര്യം സ്വഭാവവും ഒട്ടും നല്ലതായിരുന്നില്ല. അയാളെ വിശ്വസിക്കാൻ തീരെ കൊള്ളില്ലായിരുന്നു. അല്ലാഹുവല്ലാതെ മറ്റാരും ആരാധനക്കർഹനല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം അതിന് എതിരഭിപ്രായം പറയുകയാണ്. മതകാര്യങ്ങളിൽ അയാൾക്ക് തീരെ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഒരു മകളും ധാരാളം സമ്പത്തും ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിനെ ആകർഷിച്ചു. അയാൾ മരിച്ചാൽ ആ സുന്ദരിയായ സ്ത്രീയെ വിവാഹം നടത്താമെന്ന് ആ യുവാവ് സ്വപ്നം കണ്ടു. ചെറുപ്പക്കാരൻ ആ സഹോദരൻ മരിക്കുന്നതിന് വേണ്ടി കുറെ കാലം കാത്തിരുന്നു. തനിക്കിനി ക്ഷമിക്കാനാവുകയില്ല എന്ന കടുത്ത ആശയം മനസ്സിലുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി ആ കോടീശ്വരനായ സഹോദരന്റെ വീട്ടിലേക്ക് പതിയെ നടന്നു തുടങ്ങി. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തെത്തി ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോന്നു. പക്ഷേ ചെറുപ്പക്കാരന്റെ നൈരാശ്യം വർദ്ധിച്ചു. കാലം ഏറെ കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ല. അയാളുടെ ആരോഗ്യത്തിന് ഒരു തരി കുറവ് പോലും വന്നില്ല. സ്ത്രീയിലും സമ്പത്തിലും മോഹിച്ച് തന്റെ എളാപ്പയെ കൊല്ലാൻ പോലും അദ്ദേഹം മടിച്ചില്ല. യുവാവിന്റെ ഹൃദയത്തിൽ ശൈത്താൻ പതുക്കെ മന്ത്രിച്ചു കൊടുത്തു. നിന്റെ എളാപ്പ എന്തായാലും മന്ത്രിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ശൈത്താൻ മന്ത്രിച്ചു, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് ആ സ്ത്രീയെയും സമ്പത്തിനെയും ലഭിക്കും. ശൈത്താൻ എന്താണ് മന്ത്രിച്ചതെന്നല്ലേ? തന്റെ എളാപ്പയെ കൊല്ലാനായിരുന്നു ശൈത്താൻ കൽപ്പിച്ചത്. അയാൾക്ക് കുറെ പിടിപാടുകൾ ഉള്ളതാണ്. ആരും അറിയാതെ അദ്ദേഹത്തെ വധിക്കണം. മറ്റൊരാളുടെ മേൽ കൊലക്കുറ്റം ചുമത്തണം. അതിന് കൂട്ടമായി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അങ്ങനെ ഒരു അർദ്ധരാത്രി കൂരാകൂരിരുട്ടിൽ അതിരഹസ്യമായി ആ ചെറുപ്പക്കാരൻ അയാളുടെ ജീവനെടുത്തു. ഒരു സ്ത്രീക്കും സമ്പത്തിനും വേണ്ടി മാത്രം ഒരു ജീവനാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. എന്നിട്ട് അയാൾ ജഡമെടുത്ത് മറ്റൊരു ബന്ധുവിന്റെ വീടിന് മുമ്പിലെത്തിച്ചു. മരണത്തിൽ തീവ്ര ദുഃഖം അഭിനയിച്ച് അയാൾ ആ ശരീരത്തിന് മുമ്പിൽ ആർത്തു കരഞ്ഞു. ആളുകൾ തടിച്ചുകൂടി. അയൽക്കാരും നാട്ടുകാരും വേഗം അവിടെ നിറഞ്ഞു. ഈ ചെറുപ്പക്കാരനായ യുവാവ് വിചാരിച്ചതുപോലെ എല്ലാ ജനങ്ങളും അതിനെതിരെ തിരിഞ്ഞു. വീട്ടുകാരനാണ് കൊന്നത് എന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ വീട്ടുകാരൻ നിഷേധിച്ചു. അണയിട്ട് നിരപരാധിത്വം വിളിച്ചു പറഞ്ഞു. ഓടിത്തടിച്ചു കൂടിയ ജനങ്ങൾക്ക് ആദ്യമൊന്നും വിശ്വാസം വന്നില്ല. പിന്നീട് ആവർത്തിച്ച് പറയുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസം വന്നില്ല. എന്നാൽ ആ കൂട്ടത്തിൽ പകുതി പേർക്ക് ചെറുതായ ഒരു സംശയമുണ്ടായിരുന്നു. സംശയം ഈ ചെറുപ്പക്കാരനായ യുവാവിലായിരുന്നു. അപ്പോൾ ആ സംശയമുണ്ടായിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ
നമുക്ക് മൂസാ നബിയുടെ അരികെ ചെല്ലാം. അദ്ദേഹത്തോട് പറഞ്ഞാൽ പരിഹാരമാകും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പ്രശ്നമെത്തി. കാര്യങ്ങളെല്ലാം ജനങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു കൊടുത്തു. വിഷയം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ യുവാവ് അവിടുന്ന് പെട്ടെന്ന് പോകാൻ ശ്രമിച്ചു. എന്നാൽ ചുറ്റും ആളുകൾ നിൽക്കുന്നതിനാൽ തനിക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായും തന്റെ മേൽ കൊലക്കുറ്റം വരുമെന്നും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ മൂസാ നബി സത്യസന്ധനായി പറയുക എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും കൊലയാളിയെ അറിയുമോ? ആരും ഉത്തരം പറഞ്ഞില്ല. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല? അപ്പോൾ മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, അതെ, അവൻ നിങ്ങൾക്ക് കൊലയാളിയെ കാണിച്ചു തരും. മൂസാ നബി ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഒരു പശുവിനെ ബലിയറുക്കാനായിരുന്നു. ഇത് കേട്ടപ്പോൾ അവർക്ക് എന്തോ താങ്കളെ കളിയാക്കുന്ന പോലെ. ചതിയോ തമാശയോ അല്ലെന്ന് മൂസാ നബി ബോധ്യപ്പെടുത്തി. ആജ്ഞ കേട്ടപ്പോൾ അവർ ചെയ്യേണ്ടിയിരുന്നത് ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കുകയായിരുന്നു. പക്ഷേ അവർ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഓരോ നിർദ്ദേശത്തിനും കൃത്യമായ മറുപടി നൽകിക്കൊണ്ടിരുന്നു. അത് അവർക്ക് ഏറെ പ്രയാസമായി എന്നെല്ലാവർക്കും മനസ്സിലായിട്ട് പോലും അവർ അതിൽ നിന്ന് പിന്മാറിയില്ല. നേരം വയസ്സ് അതും അങ്ങനെ തുടങ്ങി എല്ലാ ചോദ്യങ്ങളും അല്ലാഹു തആലയോട് അവർ ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് കാണികളെ ആകർഷിപ്പിക്കുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള പശുവിനെയാണ് വേണ്ടത്. കുറെ തിരഞ്ഞു. എന്നിട്ട് അവസാനം ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ അങ്ങനെയുള്ള ഒരു പശു ഉണ്ടായിരുന്നു. അവൻ എത്ര ചോദിച്ചിട്ടും എത്ര വില പറഞ്ഞിട്ടും അവൻ അതിനെ കൊടുക്കാൻ തയ്യാറല്ല. 200, 300, 400, 800 സ്വർണ്ണ നാണയം വരെ കൂട്ടി പറഞ്ഞു. അവസാനം പറഞ്ഞു, പശുവിന്റെ തൂക്കത്തിലുള്ള സ്വർണം കൊടുത്താൽ നിങ്ങൾക്ക് ആ പശുവിനെ നൽകാം. ആ പശുവിനെ എല്ലാവരും കൂടി അറുത്തു. ഇറച്ചിയെല്ലാം അരിഞ്ഞെടുത്ത് ഒരു എല്ലിൻ കഷ്ണമെടുത്ത് ആ ജഡത്തിന്റെ മേൽ അടിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ശവശരീരം ഇളകാൻ തുടങ്ങി. ജീവൻ തിരിച്ചു കിട്ടി. നാവ് ചലിച്ചു. എന്നെ കൊന്നത് തന്റെ സഹോദരപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ അയാൾ വീണ്ടും മരിച്ചു. അതോടെ അത്യാർത്തിയുണ്ടായിരുന്ന ചെറുപ്പക്കാരന് എല്ലാം നഷ്ടമായി. കൊല്ലപ്പെട്ടയാളുടെ അനന്തരസ്വത്ത് കൈവശപ്പെടുത്താൻ സാധ്യമല്ലാതായി. ഇതാണ് പറയുന്നത് അത്യാഗ്രഹം ജീവന് ആപത്ത് എന്ന്. ഞാൻ ഈ കഥയെക്കുറിച്ച് ഇത്രയും പറയാൻ കാരണം, ഞാൻ വായിച്ചതിൽ എത്ര ബുക്കുകളുണ്ടോ ആ ബുക്കുകളിലെ കഥകളിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ടതായ ഒരു കഥയാണ് ഇത് എന്നാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത്. കുട്ടികളിൽ നന്മ ഉണരാൻ പാകത്തിലെഴുതിയ ഒരു കൊച്ചു ആഖ്യാനമാണ് ഈ പുസ്തകം. ഇത് പബ്ലിഷ് ചെയ്യുന്നത് IPB ബുക്സ് എന്ന അവതരണക്കാരാണ്. ഈ പുസ്തകം എല്ലാവരും വായിച്ചു നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.